കിഡ്ലൻ ക്യാമറ, നല്ല സൂപ്പർ ഡിസ്പ്ലേ, നല്ല പെർഫോമൻസ്, ഞെട്ടിപ്പിക്കുന്ന ബാറ്ററി ലൈഫ്, ഒടുക്കത്തെ ഇൻഹാൻഡ് ഫീലും തരുന്ന ഒരു ഫോൺ ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ ഐ എം കൺഫ്യൂസ്ഡ്. കാരണം വിവോ V70 Lite എന്ന് പറഞ്ഞ ഫോണും ഓപ്പോ Reno 16 ഉണ്ട്. പക്ഷേ ഈ രണ്ടെണ്ണത്തിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരെണ്ണം ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ ഏത് ചൂസ് ചെയ്യും? 10 മിനിറ്റ് സമയം മതി, നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. V70 Lite കാണാൻ ക്ലാസി ആണ്, എലഗന്റ് ആണ്, മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ബാക്ക്, മെറ്റാലിക് ആയിട്ടുള്ള ഫ്രെയിം. പക്ഷെ ഫ്രെയിം മെറ്റാലിക് ആണ് എന്ന് കണ്ടാൽ തോന്നില്ല, കാരണം ബാക്കും ഫ്രെയിമും ഒക്കെ ഒരേപോലെയാണ് ഇരിക്കുന്നത്. പക്ഷെ ഓപ്പോയുടെ കാര്യത്തിൽ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ തന്നെ ഒരു ഡെൻസിറ്റി, ഒരു പ്രീമിയംനെസ് ഉണ്ട്. കാരണം ആ ഒരു ഗ്ലോസി ആയിട്ടുള്ള ബാക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര ട്രിപ്പിയാണ്. അതായത് ഈ ഒരു 3D പോപ്പ് പ്ലാനറ്റ് ഡിസൈൻ ഉണ്ടല്ലോ, ഇത് നേരിട്ട് കാണുമ്പോൾ നമുക്ക് ഈ പ്ലാനറ്റിന്റെ അടിയിലേക്ക് ഇങ്ങനെ വിരൽ വെക്കാൻ തോന്നും. അതേപോലത്തെ ഒരു ഡിസൈൻ. ഞാൻ സൈഡ് മെറ്റാലിക് ആണ് എന്ന് നല്ല പ്രോമിനന്റ് ആയിട്ട് കാണുന്നുണ്ട്. ആൻഡ് ഡെഫിനറ്റ്ലി ഇതിന്റെ കോമ്പാക്ട് ആയിട്ടുള്ള സൈസ്, ഇത് രണ്ടും കയ്യിലെടുക്കുന്ന സമയത്ത് ഇതിന്റെ അത്രയും കംഫർട്ട് ഒന്നും ഇത് തരുന്നില്ല. ഫ്രണ്ടിൽ ഓപ്പോയിൽ ഒരു 6.32 ഇഞ്ചിന്റെ LTPS AMOLED ഫ്ലെക്സിബിൾ ഡിസ്പ്ലേ ആണ്. ഫുൾ HD+ ആയിട്ടുള്ള 10 ബിറ്റിന്റെ 120 ഹെർട്സിന്റെ ഡിസ്പ്ലേ. ഡയറക്റ്റ് സൺലൈറ്റിൽ 1800 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് ആൻഡ് നിങ്ങൾക്ക് 3840 ഹെർട്സിന്റെ PWM ഡിമ്മിങ്. സ്പ്ലാഷ് ടച്ച് ഉണ്ട്. ആൻഡ് ബെസൽസ് എന്ത് കുട്ടിയാണെന്നറിയോ, ഈക്വൽ സൈസ്, ഭയങ്കര തിന്ന്, കാണുമ്പോൾ തന്നെ ഒരു വില കൂടിയ ഫോൺ കയ്യിൽ ഹോൾഡ് ചെയ്യുന്ന ഫീൽ ഉണ്ട്. വിവോയുടെ കാര്യം നോക്കുവാണെങ്കിലോ 6.59 ഇഞ്ചിന്റെ ഒരു OLED 10 ബിറ്റ് ഡിസ്പ്ലേ 120 ഹെർട്സിന്റെ 1.5K റെസൊല്യൂഷന്റെ ഇതാണ്. പക്ഷെ രണ്ടും ഔട്ട്ഡോറിൽ സെയിം ബ്രൈറ്റ്നസ് ആണ് 1800 നിറ്റ്സിന്റെ. സോ രണ്ട് ഫോണിന്റെ ഡിസ്പ്ലേ നോക്കുവാണെങ്കിൽ രണ്ടും അടിപൊളിയായിട്ടുള്ള ഡിസ്പ്ലേസ് ആണ്. സോ വലിയ ഡിസ്പ്ലേ ഉള്ള ഫോണാണ് നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വിവോയുടെ ആണ് വലുത്. പക്ഷെ ഒരു കോമ്പാക്ട് സൈസിൽ നല്ല ഡിസ്പ്ലേ ഉള്ള ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഓപ്പോ Reno 16 നല്ലതാണ്. ഇനി മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് വൈസ് സ്ക്രീൻ മാത്രമല്ല, എൻ്റെ സ്പീക്കർ പെർഫോമൻസ് നോക്കുവാണെങ്കിൽ രണ്ടിലും സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. V70 Lite ഫുൾ വോളിയത്തിലും കുറച്ചുകൂടി ക്വയറ്റർ ആണ്, പക്ഷെ ചെറിയൊരു ബേസ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ Reno 16 സ്പീക്കേഴ്സ് കുറച്ചുകൂടി ലൗഡർ ആണ്, ബാലൻസ്ഡ് ആണ്. പക്ഷേ V70 Liteന്റെ ഫിംഗർ പ്രിന്റ് സ്കാനർ Reno 16 വെച്ച് നോക്കുമ്പോൾ ഒരു പൊടിക്ക് ഫാസ്റ്റർ ആണ്. ബിക്കോസ് ഇതിനകത്ത് 3D അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് കൊടുത്തിരിക്കുന്നത്. Reno 16 ഒരു ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് കൊടുത്തിരിക്കുന്നത്. ബോത്ത് ആർ ഫാസ്റ്റ്, ബട്ട് V70 Lite ഇത്രയും കൂടി ഫാസ്റ്റർ ആണ്. പക്ഷേ ഡ്യൂറബിലിറ്റിയുടെ കാര്യം വരുന്ന സമയത്ത് ഓപ്പോ കൊണ്ടുപോയി. Reno 16 നിങ്ങൾക്ക് IP66, 68, 69 എന്തിന് 69K റേറ്റിംഗ് വരെ ഉണ്ട്. എന്നാൽ V70 Liteൽ നിങ്ങൾക്ക് IP68 and 69 മാത്രമാണുള്ളത്. സോ കോമ്പാക്ട് സൈസിലും ഇത്ര ഡ്യൂറബിലിറ്റി കൊണ്ടുവരുന്നത് ഇറ്റ്സ് എ ഗുഡ് തിങ്. പക്ഷേ കമ്മിങ് ടു രണ്ട് സ്മാർട്ട് ഫോണിന്റെയും സ്ട്രോങ് പോയിന്റ്സ് ആയിട്ടുള്ള ക്യാമറാസ്. വിവോയിൽ 50 മെഗാ പിക്സലിന്റെ സൈസ് മെയിൻ ക്യാമറ, 50 മെഗാ പിക്സലിന്റെ പെരിസ്കോപ്പ് 3x ടെലിഫോട്ടോ ക്യാമറ, 50 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ, പക്ഷേ 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറ. ഇപ്പോഴും ഈ ഒരു പ്രൈസിന് 8 മെഗാ പിക്സൽ ക്യാമറ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. കാരണം ഓപ്പോയിലുള്ള 4 ക്യാമറകളും 50 മെഗാ പിക്സലായി. യെസ്, 4 ക്യാമറ, 1, 2, 3, 4. 2 ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോ സാമ്പിൾസ് നിങ്ങൾ കാണിച്ചു തരാം. രണ്ടിനും അതിൻ്റെതായിട്ടുള്ള സിഗ്നേച്ചേഴ്സ് ഉണ്ട്. വിവോയിൽ കുറച്ചുകൂടി ആ ഒരു സൈസിന്റെ ആ ഒരു കളർ പ്രൊഫൈലും ട്യൂണിങ്ങും ഉള്ളതുകൊണ്ട് അത് വേറെ രീതിക്കാണ്. ഓപ്പോയിൽ ഓപ്പോയുടേതായിട്ടുള്ളൊരു കളർ പ്രൊഫൈലാണ്. പക്ഷേ രണ്ട് ഫോട്ടോസും കാണുമ്പോൾ എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ പ്രൈമറി ക്യാമറയിലൊക്കെ HDR കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നത് ഡെഫിനറ്റ്ലി ഓപ്പോയിലാണ്. ഇപ്പോൾ ഈ ഒരു ഫോട്ടോയിലൊക്കെ ലൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ലൈറ്റിന്റെ ആക്ച്വൽ ഗ്രേഡിയന്റ് ഒക്കെ ഓപ്പോയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ടെലിഫോട്ടോ ക്യാമറയിൽ 3x കുറച്ചുകൂടി 3.5x ആണ് നമ്മുടെ ആക്ച്വൽ പ്രൊപ്പോർഷൻസ് ക്യാപ്ചർ ചെയ്യുന്നത്. രണ്ടിനെയും ഫോട്ടോ സാമ്പിൾസ് ഇവിടെ കാണിച്ചു തരാം. രണ്ടും ഈക്വലി നല്ല പോർട്രേറ്റ്സ് ആണ് എടുക്കുന്നത്. എനിക്ക് റെനോയിലുള്ള സ്കിൻ ടോൺസ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. ബട്ട് വിവോയിൽ നിങ്ങൾക്ക് ആ ഒരു സൈസിന്റെ പല ബാക്ക്ഗ്രൗണ്ട് ബൊക്കെ എഫക്റ്റുകൾ കിട്ടുന്നുണ്ട്. സോ ബൊക്കെ എഫക്റ്റുകൾ നോക്കിയാണ് നിങ്ങൾ ഫോൺ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു 3x ആയിരിക്കും ഇഷ്ടപ്പെടുന്നത്. പക്ഷേ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള സ്കിൻ ടോൺ ഉള്ള നല്ല സെപ്പറേഷനൊക്കെ ഉള്ള ഫോട്ടോസ്, ഒരു നാച്ചുറൽ ലുക്കിംഗ് ഫോട്ടോസ് ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ Reno 16 ഇസ് ഗുഡ്. എന്നാൽ അൾട്രാ വൈഡിന്റെ കാര്യം വരുന്ന സമയത്ത് വിവോയിലുള്ള 8 മെഗാ പിക്സൽ ക്യാമറ വെച്ച് റെനോയിലുള്ള 50 മെഗാ പിക്സൽ ക്യാമറനെ കമ്പയർ ചെയ്യാനേ പറ്റില്ല. കാരണം ആ ഒരു 50 മെഗാ പിക്സലിൽ എടുക്കുന്ന ഫോട്ടോസിൻ്റെ ഡീറ്റെയിൽസ് ക്യാപ്ചർ ചെയ്യുന്ന ആ ഒരു HDR, ആ ഒരു കളർ പ്രൊഫൈൽ, ഇതെല്ലാം അത് വിവോയിൽ പറ്റുന്നില്ല. സോ അൾട്രാ വൈഡ് ക്യാമറയിൽ ഡെഫിനറ്റ്ലി Reno 16 തന്നെയാണ് ഫാർ ബെറ്റർ. പക്ഷേ സെൽഫി ക്യാമറ രണ്ടിൻ്റെയും ഒപ്പത്തിനൊപ്പമാണ്, രണ്ടിൻ്റെയും സ്റ്റൈൽസ് കൊള്ളാം. സോ ഇറ്റ്സ് അപ് ടു പേഴ്സണൽ പ്രിഫറൻസ്. പക്ഷേ V70 Liteനെ അങ്ങ് ക്യാമറയിൽ തീർക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് Reno 16 വീഡിയോ റെക്കോർഡിംഗ് കേപ്പബിലിറ്റിയാണ്. Reno 16 എല്ലാം 50 മെഗാ പിക്സൽ ക്യാമറ ആയതുകൊണ്ട് എക്കത്തിലും 4K വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമല്ല, നിങ്ങൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്നും കൈ ചരിഞ്ഞു പോയാൽ പോലും ഓട്ടോമാറ്റിക് ആയിട്ട് വീഡിയോസ് സ്ട്രെയിറ്റൻ ചെയ്യുന്നുണ്ട്. രണ്ടിൻ്റെയും വീഡിയോസ് ഞാൻ സൈഡ് ബൈ സൈഡ് കാണിച്ചു തരാം. ഇത് മെയിൻ ക്യാമറയിൽ എടുത്തിരിക്കുന്ന വീഡിയോസ് ആണ്. ഇത് ടെലിഫോട്ടോ ക്യാമറയിൽ എടുത്തിരിക്കുന്ന വീഡിയോസ് ആണ്.
ആൻഡ് ഇത് അൾട്രാ വൈഡ് ക്യാമറ എടുത്തിരിക്കുന്ന വീഡിയോസ് ആണ്. ഒബ്വിയസ്ലി വിവോയ്ക്ക് 4K അൾട്രാ വൈഡ് പറ്റില്ല. ആൻഡ് സെൽഫി ക്യാമറ എടുത്തിരിക്കുന്ന വീഡിയോസും കാണിച്ചു തരാം. So yes, no doubt വീഡിയോ ഡിപ്പാർട്ട്മെന്റിൽ ഓപ്പോ തൂക്കി. എന്നാൽ വെൻ ഇറ്റ് കംസ് ടു AI ഫീച്ചേഴ്സ്, വിവോയുടെ ക്യാമറ ആപ്ലിക്കേഷൻ്റെ അകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് AI എന്ന് പറഞ്ഞ മോഡുണ്ട്. അത് ബിൽട്ടിൻ ആയിട്ട് കുറേ അധികം ഇപ്പോൾ വെതർ ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ഡേയിനെ നൈറ്റ് ആക്കുക, അതേപോലെ സീസൺസ് മാറ്റുക, അങ്ങനത്തെ കുറേ പരിപാടികളാണ് വിവോയ്ക്കകത്തുള്ളത്. ആൻഡ് അത് നെറ്റ് വേണം കേട്ടോ. നെറ്റ് ഓൺ ആക്കിയിട്ട് നമ്മൾ ഫോട്ടോ എടുത്ത് അത് പോയി പ്രോസസ്സ് ചെയ്തിട്ട് കിട്ടുന്ന ടൈപ്പ് ഓഫ് AI പരിപാടികളാണ്. പിന്നെ ഫോട്ടോസ് ആപ്ലിക്കേഷനകത്തുള്ള ഒബ്ജക്റ്റ് റേസറും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് വിവോയ്ക്കകത്തുള്ളത്. എന്നാൽ ഓപ്പോ കുറച്ചുകൂടി നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറേ AI പരിപാടികളാണ് കണ്ടത്. ഫോട്ടോസ് ആപ്പിനകത്ത് ഒരു സെപ്പറേറ്റ് സെക്ഷൻ തന്നെ ഉണ്ട്, ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് പോയി കഴിഞ്ഞാൽ AI റീമിക്സ് കൊളാഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മോഷൻ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് AI ഉപയോഗിച്ച് കട്ടൗട്ട് എടുത്ത് പല സാധനങ്ങളും കൂടെ കൂട്ടി യോജിപ്പിച്ച് നിങ്ങൾക്ക് റീമിക്സ് കൊളാഷ് ഉണ്ടാക്കാം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആനിമേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസ്. സോ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ഒന്ന് ഒരു രസകരമായിട്ട് പോസ്റ്റ് ചെയ്യാം. എന്തിന് ഈവൻ ആ ഒരു പോപ്പ് ഔട്ട്, കഴിഞ്ഞ പ്രാവശ്യം പോപ്പ് ഔട്ടിന് ഹ്യൂമൻസിന് മാത്രമേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ബിൽഡിങ്സ് ഒക്കെ കട്ട് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ആ ഒരു പോപ്പ് ഔട്ട് 2.0 വേർഷൻ ഇസ് ഫാർ ബെറ്റർ. അങ്ങനത്തെ കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഈ പരിപാടികളുണ്ട്. എന്നാൽ വിവോ റൺ ചെയ്യുന്ന ഒറിജിൻ OS 6 അത് ആക്ച്വലി ബെറ്റർ ദാൻ ഫൺ ടച്ച് OS ആണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും ഇപ്പോഴും ഇതിനകത്ത് ആ ഒരു ആപ്പ് സ്റ്റോറും അൺനെസസറി ആയിട്ടുള്ള ആപ്ലിക്കേഷൻസും നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ സഹിക്കണം. ആൻഡ് AI പരമായിട്ട് നോട്ട്സ് ആപ്ലിക്കേഷൻ്റെ അകത്തേക്കുള്ള ആ ഒരു AI റൈറ്റർ, പിന്നെ കോൾ ചെയ്യുമ്പോൾ AI കോൾ അസിസ്റ്റന്റ്, ഇതൊക്കെയാണുള്ളത്. പക്ഷെ ഓപ്പോയിലുള്ള ColorOS 16 അത് ഉപയോഗിച്ച് തന്നെ ഫീൽ ചെയ്യണം ആ ഒരു ഫ്ലൂയിഡിറ്റി. ഒരു പീക്ക് ആൻഡ്രോയിഡ് UI എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം. സ്മൂത്ത് ആണ്, സ്നാപ്പി ആണ്, ഫാസ്റ്റ് ആണ്. ആൻഡ് ദിസ് ടൈം ആദ്യമായിട്ട് റെനോ സീരീസിൽ അവർ സ്നാപ്പ് കീ കൊണ്ടുവന്നിരിക്കുകയാണ്. സോ അൺലൈക്ക് വിവോയ്ക്കകത്തുള്ള AI കോൾ ട്രാൻസ്ലേറ്ററും പിന്നെ റൈറ്ററൊക്കെ നോക്കുമ്പോൾ ഈ സ്നാപ്പ് കീ ഈസ് ഫാർ മോർ യൂസ്ഫുൾ. കാരണം ഏത് സ്ക്രീനിലിരിക്കുമ്പോഴും സ്നാപ്പ് കീ പ്രസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് സ്ക്രീൻ ഗ്രാബ് ചെയ്തിട്ട് മൈൻഡ് സ്പേസിലേക്കാണ് പോകുന്നത്. പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംസാരിച്ച് റെക്കോർഡ് ചെയ്യാം. ഇനി ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൈൻഡ് സ്പേസ് ഓപ്പൺ ആവും. ഈ മൈൻഡ് സ്പേസിനകത്ത് നിങ്ങൾ എടുത്ത് വെച്ചിരിക്കുന്ന സ്ക്രീൻഷോട്ടുകളെല്ലാം AI ഉപയോഗിച്ച് സെഗ്രിഗേറ്റ് ചെയ്ത് വെക്കും. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അവിടെ ഉണ്ടാവും. ഈവൻ നിങ്ങൾ UPI ആപ്ലിക്കേഷനിലൊക്കെ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു പേയ്മെന്റ് സ്ക്രീനിൽ വെച്ച് ഈ ഒരു സ്നാപ്പ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് എടുത്ത് AI ബിൽ മാനേജർ ഉപയോഗിച്ച് നിങ്ങളുടെ എക്സ്പെൻസുകളൊക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റും. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ മതി. പക്ഷേ ഈ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്നതിലല്ല ഇവരുടെ കുറച്ചുകൂടെ യൂസബിലിറ്റി ഉള്ളത്. ഇതിനകത്ത് AI മൈൻഡ് പൈലറ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്. അതിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൈൻഡ് സ്പേസിൽ ഇഷ്ടം പോലെ കാര്യങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തുള്ള എന്തും AIനോട് ചോദിച്ച് നിങ്ങൾക്ക് റിസൾട്ട്സ് കൊണ്ടുവരാമെന്ന് മാത്രമല്ല അറ്റ് എ ടൈം നിങ്ങൾക്ക് ChatGPT, Perplexity, Gemini ഇതെല്ലാം ഒരൊറ്റ ആപ്ലിക്കേഷനകത്ത് ഉപയോഗിക്കാൻ പറ്റും. സോ AI ഇംപ്ലിമെന്റേഷൻ വെച്ച് നോക്കുമ്പോൾ വിവോനെക്കാളും മൈൽസ് ഹെഡ് ആണ് ഓപ്പോയിൽ. ഇനി പെർഫോമൻസിന്റെ കാര്യം വരുന്ന സമയത്ത് V70 Eliteൽ നിങ്ങൾക്ക് സ്നാപ്ഡ്രാഗന്റെ 8S Gen 3 ആണുള്ളത്. എന്നാൽ ഓപ്പോ റെനോ 16 നിങ്ങൾക്ക് സ്നാപ്ഡ്രാഗന്റെ 7 Gen 4 ആണുള്ളത്. സോ ഈ രണ്ട് ചിപ്സെറ്റിൽ ഏതാണ് ബെറ്റർ ചിപ്സെറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണ് നിങ്ങൾ ഒരു ബെറ്ററിന്റെ ഡെഫിനിഷൻ അനുസരിച്ചിരിക്കും. കാരണം രണ്ടും കേപ്പബിൾ ആയിട്ടുള്ള പ്രോസസ് ആണ്. പക്ഷേ ഡേ ടു ഡേ യൂസ് നോക്കുമ്പോൾ AnTuTu സ്കോർ റൺ ചെയ്യുന്ന സമയത്ത് അവിടെ ടെമ്പറേച്ചർ കണ്ടു. വിവോ ഓൾമോസ്റ്റ് 43 ഡിഗ്രീസ് വരെ, 44 ഡിഗ്രീസ് വരെയാണ് ചൂടായിരിക്കുന്നത്. മറുഭാഗത്ത് ഓപ്പോ ഓൾമോസ്റ്റ് 37-38 ഡിഗ്രീസ് വരെ മാത്രമേ ചൂടായിട്ടുള്ളൂ. വിച്ച് മീൻസ് ഇതിൻ്റെ ആ ഒരു ചിപ്സെറ്റ് എന്ന് പറഞ്ഞാൽ മച്ച് മോർ എന്താ പറയുക ടെമ്പറേച്ചർ കൺട്രോൾ അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഹീറ്റിംഗ് ഇല്ലാത്ത ഒരു ടൈപ്പ് ഓഫ് ചിപ്സെറ്റ് ആണ് കമ്പയർഡ് ടു വിവോയ്ക്കകത്തുള്ളത്. സോ ഡേ ടു ഡേ പെർഫോമൻസ് ആണ് നിങ്ങളുടെ കാര്യമെങ്കിൽ രണ്ടും ഒപ്പത്തിനൊപ്പമാണ്. അതിപ്പോൾ ഗെയിമിംഗ് ആയിക്കോട്ടെ, എഡിറ്റിംഗ് ആയിക്കോട്ടെ, ക്രിയേറ്റീവ് ടാസ്കുകളായിക്കോട്ടെ, വീഡിയോ റെക്കോർഡിംഗ് ആയിക്കോട്ടെ, ഔട്ട്ഡോർ യൂസ് ആയിക്കോട്ടെ, എല്ലാത്തിനും രണ്ടും ഒപ്പത്തിനൊപ്പം പിടിച്ചു നിൽക്കും. എന്നാൽ ColorOSന്റെ ഒരു ഒപ്റ്റിമൈസേഷൻ കാരണം കുറച്ചുകൂടി നിങ്ങൾക്കൊരു സ്മൂത്ത്നെസ് ഓപ്പോ റെനോ 16 ഫീൽ ചെയ്യും. ഇനി V70 Eliteൽ നിങ്ങൾക്ക് 6500 mAh ബാറ്ററിയും 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ട്. റെനോ 16 ഇതിനേലും കുറച്ചുകൂടി ചെറിയ ഫോണാണെന്ന് ഓർക്കണം. എന്നിട്ടും 6700 mAh ബാറ്ററി ഉണ്ട്, 80 വാട്ടിന്റെ സൂപ്പർ ബൂക്ക് ചാർജിംഗ്. ഒബ്വിയസ്ലി V70 Eliteന് കുറച്ചുകൂടി ലാർജർ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്, കുറച്ചുകൂടി തെർമൽസ് അല്ലെങ്കിൽ ഹീറ്റ് കൂടിയ ഒരു ചിപ്സെറ്റ് ആണ്. ആൻഡ് ColorOS അത്രയും ഒപ്റ്റിമൈസേഷൻ ഉള്ളൊരു UI അല്ല എന്നുള്ളതുകൊണ്ട് ഇതിനകത്തുള്ള 6500 mAh ബാറ്ററി കുറച്ചുകൂടി കുറവായിരിക്കും നിൽക്കുന്നത്. കമ്പയർഡ് ടു കുറച്ചുകൂടി കോമ്പാക്ട് ആയിട്ടുള്ള സ്ക്രീനുള്ള, കുറച്ചുകൂടി തെർമൽ ബെറ്റർ ആയിട്ട് മാനേജ് ചെയ്യുന്ന ചിപ്സെറ്റുള്ള, ലാർജർ കപ്പാസിറ്റി ബാറ്ററി ഉള്ള, കുറച്ചുകൂടി ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ColorOS ഉള്ള ഈ ഒരു റെനോ 16 വെച്ച് നോക്കുമ്പോൾ. എന്നാൽ രണ്ട് ഫോണിനകത്ത് നിങ്ങൾക്ക് eSIM ലഭിക്കുന്നില്ല. പക്ഷേ രണ്ടിലും Wi-Fi 6 ലഭിക്കുന്നുണ്ട്.
കൊടുത്തിട്ടുണ്ട് ആൻഡ് IR ബ്ലാസ്റ്റർ കൊടുത്തിട്ടുണ്ട്. ഹാപ്റ്റിക്സ് രണ്ടിൻ്റെയും ഒപ്പത്തിനൊപ്പമാണ്. വിവോ V70 Lite നിങ്ങൾക്ക് 8GB RAM ആൻഡ് 256GB വേരിയന്റ് ഓൾമോസ്റ്റ് ഒരു 58,999 റുപ്പീസാണ് വരുന്നത്. മറുഭാഗത്ത് Reno 16ന്റെ 8GB 256GB വേരിയന്റ് വരുന്നത് 61,999 ആണ്. സോ അറൌണ്ട് 2,000 റുപ്പീസ് എക്സ്ട്രാ ഈ ഒരു Reno 16 നിങ്ങൾ കൊടുക്കണോ എന്ന് ചോദിച്ചാൽ ശരിയാണ്. V70 Lite എന്ന് പറഞ്ഞ ഒരു നല്ല ഫോണാണ്. നിങ്ങൾ വലിയ ഡിസ്പ്ലേ ഉള്ള ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ, പക്ഷേ ഈ കൊടുക്കുന്ന പൈസയ്ക്ക് കുറച്ചുകൂടി ഹാൻഡി അല്ലെങ്കിൽ കോമ്പാക്റ്റ് ആയിട്ടുള്ള എന്നാൽ നല്ല ഡ്യൂറബിലിറ്റി ഉള്ള, നല്ല ഡിസ്പ്ലേ ഉള്ള, നല്ല ഹാപ്റ്റിക്സ് ഫീൽ തരുന്ന, നല്ല പെർഫോമൻസ് ഉള്ള, എല്ലാ ക്യാമറയിലും 4K റെക്കോർഡ് ചെയ്യാൻ വരുന്ന നല്ല കിടിലൻ ക്യാമറയുള്ള, ഹീറ്റിംഗ് ഒന്നും ഇല്ലാത്ത നല്ല സ്നാപ്പി ആൻഡ് ഫ്ലൂയിഡ് ആയിട്ടുള്ള UI ഉള്ള, യൂസ്ഫുൾ ആയിട്ടുള്ള AI ഉള്ള, ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ബാറ്ററിയും ഫാസ്റ്റ് ചാർജിങ് ഒക്കെ ഉള്ള ഒരു ഫോണായിരിക്കും ഞാൻ കുറച്ചുകൂടി പ്രിഫർ ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് ഈ രണ്ടെണ്ണത്തിൽ ഞാൻ ഏത് ചൂസ് ചെയ്യുന്നു വെച്ചാൽ ഒബ്വിയസ്ലി ഞാൻ Oppo Reno 16 തന്നെയായിരിക്കും ചൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ രണ്ടെണ്ണത്തിൽ ഏത് ചൂസ് ചെയ്യും എന്നുള്ള ആ ഒരു സംശയം മാറിക്കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ അൺബോക്സിംഗ് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഗിവ് അവേയിലേക്ക് എൻട്രി ചെയ്യാനുള്ള ടൈം അതിക്രമിച്ചിരിക്കുകയാണ്. ഞാൻ വൈകാതെ തന്നെ ഈ ഒരു വിന്നറിനെ പിക്ക് ചെയ്തിട്ട് വിന്നറിനെ മെസ്സേജ് അയക്കുന്നതായിരിക്കും. ഇൻസ്റ്റാഗ്രാമിൽ ഞാനത് സ്റ്റോറി ആയിട്ട് ഇടുന്നതായിരിക്കും. സോ ഡെഫിനറ്റ്ലി അവിടെ ഫോളോ ചെയ്ത് വെച്ചോളൂ. നിങ്ങളായിരിക്കാം ആ ഒരു ഭാഗ്യശാലിയെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബ്രാൻഡ് ന്യൂ Oppo Reno 16 കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത്രയുള്ളൊരു വീഡിയോ, അടുത്ത വീഡിയോ കാണാം. ബൈ.